എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എലോൺ മസ്ക്. നമുക്കറിയാം നമ്മുടെ എക്സിൻ്റെ, അതേപോലെ തന്നെ ടെസ്ല, സ്പേസ് എക്സ് എന്നിവയുടെയൊക്കെ CEO ആണ് എലോൺ മസ്ക്. വലിയൊരു ബിസിനസ്സുകാരനാണ്, കോടിപതി, മില്യനെയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്തകളൊക്കെ എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ വിവാദങ്ങളിലൊക്കെ അദ്ദേഹം എപ്പോഴും പെടാറുണ്ട്. ഇപ്പോൾ പുതിയൊരു വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത്, അദ്ദേഹം ഇന്നലെ വൈറ്റ് ഹൗസിൻ്റെ പടിയിറങ്ങുന്ന ദിവസമായിരുന്നു. അപ്പം ട്രംപിനെ കാണാൻ വന്നപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് എല്ലാ ക്യാമറ കണ്ണുകളും നോക്കിയത് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണിന് താഴെയായിട്ട് ഒരു പാട്. ഇതെന്താണ് എന്നുള്ളൊരു ചോദ്യമായിരുന്നു എല്ലായിടത്തും ഉതിർന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞു, എൻ്റെ മകനുമായി ഞാൻ ഇന്നലെ കളിച്ചതിൻ്റെ ഭാഗമായിട്ട് മകൻ എനിക്ക് ഇട്ടോർണം തന്നു, അതിൻ്റെ ഭാഗമാണ് ഈ കണ്ണിന് താഴെയുള്ള ഈ പാട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതല്ല എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവേ ഉള്ളൊരു സംസാര വിഷയമൊക്കെ. അതായത് അദ്ദേഹം കുറേ നാളുകളായിട്ട് ലഹരിക്ക് അടിമയാണ്, ലഹരി ഉപയോഗിക്കാറുണ്ട്, MDMA പോലുള്ള ലഹരി വസ്തുക്കൾ അദ്ദേഹം ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ശേഷിപ്പാണ്, അതുമൂലം ഉണ്ടായതാണ്. ചിലപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഭാഗമായിട്ട് അദ്ദേഹത്തിന് വല്ല അടിയോ ഒക്കെ എന്തെങ്കിലും കിട്ടിയതോ, അല്ലെങ്കിൽ അദ്ദേഹം ലഹരി ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്കറിയാം ബോധം കാണത്തില്ല, അപ്പോൾ ബോധാവസ്ഥയിൽ എവിടെയെങ്കിലും ചെന്ന് വീണതോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അദ്ദേഹത്തിന്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ശാരീരിക ഭാഷ അനുസരിച്ച് അദ്ദേഹം വളരെയധികം ക്ഷീണിതനായിരുന്നു. അപ്പം ആ ഒരു ശരീരഭാഷയെല്ലാം കൂടെ വെച്ച് മറ്റുള്ള ഈ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ വാർത്തകളിലും ഒക്കെ നിറയുന്നത് ഇദ്ദേഹം എന്തോ ലഹരി ഉപയോഗിച്ചു, അപ്പോൾ എവിടെയോ ചെന്ന് വീഴുകയോ എന്തെങ്കിലും തട്ടിയെടുക്കുകയോ അങ്ങനെ ചെയ്ത് കാണും. അതിൻ്റെ ഭാഗമായിട്ടാണ് പാട് വന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം ക്ഷീണിതനായിട്ടാണ് കാണപ്പെട്ടത്. അപ്പം ഇത് ഒരു വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു എലോൺ മസ്ക് സ്ഥിരമായി ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് ന്യൂയോർക്കിൻ്റെ ടൈംസ് റിപ്പോർട്ട് പറഞ്ഞു. അപ്പോൾ ടൈംസ് റിപ്പോർട്ടിനെതിരെ എലോൺ മസ്ക് പറഞ്ഞു, എനിക്കെതിരെ ഇങ്ങനെ ഇത്തരത്തിൽ അവർ ആവശ്യമില്ലാത്തത് പടച്ചുയർത്തി വിടുകയാണ്, ഞാൻ അത്തരത്തിൽ അങ്ങനെ ലഹരി ഒന്നും ഉപയോഗിക്കാറില്ല, അമിത അളവിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ആരോപണം. നേരത്തെയുള്ള ആരോപണത്തിന് ഇപ്പോൾ ചില തെളിവുകളും ലഭിച്ചെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. ഈ ഡോജ്, അതായത് ഈ ട്രംപ് സർക്കാർ, രണ്ടാം ട്രംപ് സർക്കാർ വന്നപ്പോഴത്തേക്കും ഡോജ് തലവനായിട്ട്, അതായത് സ്റ്റാർലിങ്ക് തലവനുമായ മസ്ക് ലഹരി ഉപയോഗിക്കുന്നതായി നേരത്തെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. അതായത് ഡോജിൻ്റെ, അതായത് ഈ ഡോജ് എന്ന് പറയുന്നത് ട്രംപുമായിട്ട് ചേർന്ന് അമേരിക്കയിലെ സർക്കാർ തലങ്ങളിൽ, ഉദ്യോഗ പ്രവർത്തിക്കുന്നവർക്ക്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വളരെ വേഗം തന്നെ ഈ ജോലികൾ പൂർത്തീകരിക്കാനും അത് എത്രയധികം സാമ്പത്തിക ലാഭത്തിൽ പൂർത്തീകരിക്കുക എന്നുള്ള തരത്തിലുള്ള ഈ പറഞ്ഞ സാങ്കേതിക വിദ്യയുമായി അദ്ദേഹം ബന്ധപ്പെടുത്തി അദ്ദേഹത്തിനെ നിയമിക്കുകയും അതിൻ്റെ തലവനാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഏകദേശം അതിൻ്റെ ഔദ്യോഗിക ജീവിതം കാലാവധി പൂർത്തിയാക്കി അദ്ദേഹം ഇന്നലെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറുകയും ചെയ്തു. പക്ഷെ ആ ഒരു മാറ്റത്തിൽ തന്നെ മസ്കും ട്രംപുമായിട്ട് എന്തോ ഒരു സൗന്ദര്യ പിണക്കോ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള പിണക്കങ്ങളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ പിന്മാറിയത് എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, എൻ്റെ കാലാവധി പൂർത്തീകരിച്ചു, എൻ്റെ ജോലി ഞാൻ കൃത്യമായി ചെയ്തു കൊടുത്തു, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് മാറുന്നത്, ഇത് കഴിഞ്ഞതുകൊണ്ടാണ് മാറുന്നത്, നിറയെ സാമ്പത്തിക ലാഭമാണ് ഞാൻ ഇതുമൂലം ഇത്തരത്തിൽ അമേരിക്കയ്ക്ക് ഞാൻ ഇതാക്കി കൊടുത്തിരിക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ മസ്ക് പറയുന്നുണ്ടെങ്കിലും, പക്ഷേ മസ്കിൻ്റെ ലഹരി ഉപയോഗത്തെപ്പറ്റി വീണ്ടും ചർച്ചകളായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നടന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിടെയാണ് കെറ്റമിൻ, എക്സ്റ്റസി, മാജിക് മഷ്റൂം തുടങ്ങിയ വിവിധ ലഹരികളുടെ ഒരു കൂട്ട് മസ്ക് ഉപയോഗിച്ചിരുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ് അന്ന് സ്പോട്ട് യൂസ് ചെയ്തിരുന്ന. അപ്പോൾ ഈ കെറ്റമിൻ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് മസ്ക് തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ഈ ബിസിനസ് പരമായിട്ടുള്ള കുറച്ച് സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നതുകൊണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു. ഈ ന്യൂയോർക്ക് ടൈംസ് മനഃപൂർവ്വമായിട്ട് അദ്ദേഹത്തിനെ വിവാദങ്ങളിലേക്ക് നയിക്കുകയാണ് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. മസ്ക് 20 ഡോസുകൾ അടങ്ങിയ ലഹരി മരുന്ന് സ്ഥിരമായി കൊണ്ട് നടക്കാറുണ്ടെന്നായിരുന്നു എന്ന് അന്ന് ഈ ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരുന്നത്. മസ്കിൻ്റെ ഈ ലഹരി ഉപയോഗം മസ്കിൻ്റെ ആരോഗ്യത്തെ വളരെയധികം, പ്രത്യേകിച്ചും ബ്ലാഡറിനെ ദോഷകരമായി ബാധിച്ചുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.
തെരഞ്ഞെടുപ്പ് കാലത്ത് മസ്കിന്റെ ലഹരി ഉപയോഗം പരിധി വിട്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് രാജിവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് മസ്കിനെതിരെയുള്ള ഈ ആരോപണം വീണ്ടും ഉന്നയിക്കുന്നത്. മസ്ക് വളരെയധികം കടുത്ത രീതിയിലുള്ള ഈ മോളി പറഞ്ഞിരിക്കുന്ന നിരവധി ഡ്രഗുകളുടെ, അതായത് കെറ്റമിൻ, എക്സ്റ്റസി, മാജിക് മഷ്റൂം തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ കൂട്ട് മസ്ക് എപ്പോഴും കൊണ്ടു നടക്കുമെന്നും അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശമാണെന്നും ഒക്കെ ഉള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇതെല്ലാം മസ്ക് തീർത്തും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, അത് മനഃപൂർവ്വമായിട്ട് വിവാദങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള തരത്തിലാണ് പറയുന്നത്. ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. ഈ വെച്ചതിൻ്റെ പിന്നിലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ട്രംപുമായിട്ട് അത്ര ഒത്തുചേർന്ന് പോകാൻ പറ്റാത്ത സ്ഥിതി കൊണ്ടാണ് ഇത്തരത്തിൽ രാജിവെച്ചത് എന്നുള്ള രീതിയിലും വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കാലയളവ് തീർന്നത് കൊണ്ട് മാത്രമാണ് രാജിവെക്കുന്നത്. ട്രംപിൻ്റെ അടുത്ത സുഹൃത്തും ഉപദേഷ്ടാവുമായി എപ്പോഴും ഒപ്പം ഉണ്ടാകുമെന്നാണ് മസ്ക് വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞത്. മസ്ക് എവിടെയും പോകുന്നില്ലെന്നും ഇടയ്ക്ക് വൈറ്റ് ഹൗസിൽ വരുമെന്നും ട്രംപും പറഞ്ഞു. പക്ഷെ പുറമെ ഇത്തരത്തിലുള്ള നല്ല അളിയൻ ഒരു ചേഷ്ടകളാണ് കാണിക്കുന്നതെങ്കിൽ ഇരുവരുടെ ഇടയിൽ എന്തോ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായതിൻ്റെ പിന്നിലാണ് മസ്ക് ഇത്തരത്തിൽ പൂർണ്ണമായി ഇതിൽ നിന്ന് മാറുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഡോഷ് മസ്കിൻ്റെ സൃഷ്ടിയാണെന്ന് ചൂണ്ടിക്കാട്ടിയ ട്രംപ് അദ്ദേഹത്തിന് ഒരു നന്ദി സൂചകമായ ഒരു സ്വർണ്ണ താക്കോലും ഇന്നലെ സമ്മാനിക്കുകയുണ്ടായി. പക്ഷെ എന്ത് തന്നെയാലും പുറമെ ഇദ്ദേഹവും ട്രംപുമായി വിള്ളലുകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ മസ്കിൻ്റെ ഈ ഒരു ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് മണിക്കൂറിനുള്ളിൽ ഓവൽ ഓഫീസിൽ വെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മസ്കും ഒരുമിച്ച് പങ്കെടുത്ത ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ട്. അതായത് ഈ ന്യൂയോർക്ക് ടൈംസ് ഈ റിപ്പോർട്ടുകൾ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പുറത്തു വിടുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവർ തമ്മിലുള്ള ഒരു പ്രസ് മീറ്റ് ഉണ്ടായി. ഒരുമിച്ച് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു. സർക്കാരിൻ്റെ കാര്യക്ഷമതാ വകുപ്പിൽ നിന്നും പടിയിറങ്ങുന്ന മസ്കിനുള്ള വിടവാങ്ങൽ പാർട്ടിയായിരുന്നു അത്. പത്രസമ്മേളനവും ഒക്കെ ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. എന്ത് തന്നെയാലും ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് നമ്മൾ പറയുന്ന മസ്കിന് ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എത്ര വലിയ സമ്പന്നനാണെങ്കിൽ എത്ര ദരിദ്രൻ, എത്ര കുടിലിൽ താമസിക്കുന്നതിനാണ് ലഹരി പിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ അതിൽ നിന്ന് പിന്മാറ്റാൻ പറ്റില്ല എന്നുള്ള ഒരു വലിയൊരു തെളിവാണ് ഇപ്പോൾ മസ്കിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. മസ്ക് ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെയും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള തെളിവ് സഹിതമാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ജേഡ് ഐസക്മാൻ എന്ന് പറയുന്ന ഈ മസ്കിൻ്റെ ഒരു ഉറ്റ ചങ്ങാതിയുണ്ട്. നാസയിൽ നോമിനേഷൻ കൊടുത്ത വൈറ്റ് ഹൗസ് അത് അംഗീകരിച്ചില്ല, അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളൊരു വാർത്ത. അപ്പോൾ ഇത് പൊതുവേ ഇതിൽ നിന്നൊക്കെ വരേണ്ടുന്നത് സ്വാഭാവികമായിട്ടും ട്രംപെ ഒരു വിഡ്ഢി കാര്യങ്ങളുമായിട്ടാണ് ട്രംപ് പലപ്പോഴും പോകുന്നത്. അദ്ദേഹം ഇപ്പം പറയുന്നതല്ല, പിന്നെ പറയുന്നത് ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരു വ്യക്തിയായിട്ടും അദ്ദേഹം മാറിക്കഴിഞ്ഞു. മസ്കും സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ലഹരിയുമായി അദ്ദേഹം ഇങ്ങനെ നടക്കുന്നുണ്ട്. അമിത ലഹരി ഉപയോഗം കാരണം അദ്ദേഹത്തിന് മാനസിക നില പലപ്പോഴായിട്ട് അദ്ദേഹം എന്താണ് കുട്ടിയെയും കൊണ്ടുവരുന്നു, വൈറ്റ് ഹൗസ് കുട്ടിയെയും കൊണ്ടുവരുന്നു, പത്രസമ്മേളനത്തെ കുട്ടിയെ കൊണ്ട് ഇത് ചെയ്യുന്നു, ചേഷ്ടകളുണ്ട്, ഇതൊക്കെ ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഇവർ തമ്മിൽ ഇടയ്ക്ക് എന്തോ ഒരു വിള്ളൽ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ഇതിനിടയിലാണ് മസ്കിനെതിരെയുള്ള ലഹരി ആക്ഷേപം, അതായത് ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം പൊതുവെ വരുന്നത്. ഇത് തന്നെയാലും ലഹരി വമ്പന്മാരുടെ ഇടയിലും അവരെയും പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അപ്പം എന്ത് തന്നെയാലും ഇത്രയും വലിയ നമുക്കറിയാം സ്പേസ് എക്സ് എന്ന് പറഞ്ഞാൽ ട്വിറ്റർ, പഴയ ട്വിറ്റർ, അതേപോലെ തന്നെ ടെസ്ല, ഇതിൻ്റെയൊക്കെ വലിയ CEO ആണ്. അതായത് ഈ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളാണ് ഇലോൺ മസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഈ ചെറിയ ഡ്രഗ്സ് പിടികൂടി സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളത്, അതിൽ മുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ള കാര്യം. ഇത്തരത്തിലുള്ള ബിസിനസ്സുകാർ ഇപ്പം എലോൺ മസ്കിൻ്റെയൊക്കെ ഒരു ജീവചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന വലിയൊരു ബിസിനസ്സുകാരനാണ് എലോൺ മസ്ക് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പഠനമായാലും അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ആ ബിസിനസ് മേഖലയിൽ, ആ സാങ്കേതിക മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം കാണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ കൂടുതലും അത്തരത്തിലുള്ള മേഖലകളിലാണ്. അപ്പോൾ അതിൽ നിന്നും മറ്റേത് വമ്പന്മാരെക്കാളും ഉയർന്നു വന്ന ഒരു വ്യക്തിയെ പിടികൂടിയ ലഹരി അദ്ദേഹത്തിന് ഇപ്പം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം ഒരു പക്ഷേ നാളെ തകർന്നേക്കാം. ഇത്തരത്തിൽ ഒരു ലഹരി മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ
നശിപ്പിക്കാം എന്നുള്ളത് ഇനി ചിലപ്പോൾ നമ്മൾ കണ്ടു. ഒരു പക്ഷേ ഇതിന് ശേഷം ഇപ്പം ഈ ഒരു വിവാദത്തിനൊക്കെ ശേഷം അദ്ദേഹത്തിന് ഇതിൽ നിന്ന് പിന്മാറാൻ ശാരീരിക സ്ഥിതിയൊക്കെ മോശമാകുമ്പോൾ അല്ലെങ്കിൽ തങ്ങളുടെ ജീവന് ഒരു ആപത്തിലേക്ക് വരുമ്പോഴാണല്ലോ ഒരു തിരിച്ചറിവൊന്നും ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒരു പക്ഷേ അപ്പോഴേക്കും മനുഷ്യൻ്റെ ശരീരത്തെ പൂർണ്ണമായും ലഹരിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാർന്നു തിന്നിരിക്കാം. അപ്പോൾ എന്ത് തന്നെയായാലും ഇലോൺ മസ്കിന് ഇനിയെങ്കിലും ഒരു ബുദ്ധി ഉദിച്ചെങ്കിൽ ലഹരിയിൽ നിന്നും മുക്തനാവണം എന്നുള്ളൊരു ബോധമൊക്കെ ജനിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇനിയെങ്കിലും രക്ഷപ്പെടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സ് ആണെങ്കിലും സ്പേസ് എക്സ് ആണെങ്കിലും ടെസ്ല ആണെങ്കിലും ഇതൊക്കെ എത്ര നാളുണ്ടാകുമെന്ന് അറിഞ്ഞൂടാ. കാരണം ഇതിൻ്റെ അധികാരി അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ നേതാവ് ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ബിസിനസ് തരിപ്പണമായിരിക്കും. എന്തായാലും വല്ലാത്തൊരു വാർത്തകളൊക്കെ തന്നെയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. എന്തായാലും മസ്കിന് ബുദ്ധി ഉദിക്കട്ടെ, അതേപോലെ ട്രംപിനും വെളിവ് വീഴട്ടെ.